അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയാലും കൃപയാലും ഈ പകൽക്കാലത്തെ ആരാധനയിൽ ഇത്രത്തോളം സമയമായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ആരാധനയിൽ പങ്കെടുത്ത പങ്കാളികളായിത്തീർന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത ഒരുപാട് ഉപകാരങ്ങളും നന്മകളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനാണല്ലോ ദൈവസന്നിധിയിൽ നാം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും കൂടി വരാൻ അതേ പലപ്പോഴും പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അല്ലെ, തിങ്കളാഴ്ച പ്രാർത്ഥനയ്ക്ക് അല്ലെ ചില പ്രിയപ്പെട്ടവർ വരും, ചൊവ്വാഴ്ച ചിലർ വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രാർത്ഥനകളിൽ അല്ലെ ചിലർക്കൊക്കെ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ. എല്ലാവരും എല്ലാ മീറ്റിങ്ങിനും വരാൻ പറഞ്ഞാൽ അതിലൊത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ നാം ഒന്നിച്ച് കൂടി വരുന്നതായി ഈ ആരാധനയിൽ മതിമറന്ന് സന്തോഷിക്കാൻ, ഹൃദയം തുറന്ന് ആനന്ദിക്കാൻ, നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാൻ നമുക്ക് കഴിയുന്ന അവസരങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരാധന ഒരാടെ കുത്തകയല്ല. ദൈവത്തിന് സ്തോത്രം. ആരാധിപ്പാൻ ഒരു കൂട്ടർക്ക് മാത്രമല്ല അവകാശം. ദൈവത്തിന്റെ ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവത്തെ ആരാധിപ്പാൻ ബാധ്യസ്ഥരാ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് തന്ന കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും. ഹല്ലേലൂയ. നാവുകൾ ഹല്ലേലൂയ കൊണ്ട് ദൈവത്തിന് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലെ കൂട്ടായ്മകളിലൊക്കെ ദൈവ സാന്നിധ്യം നമുക്ക് ഉണ്ടായിരുന്നു, അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ എല്ലാ കരുണകളെയും കൃപകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവമായ കർത്താവ് പരിപാലിച്ചു. ശാരീരിക രോഗങ്ങളും പ്രയാസങ്ങളും വേർപാടിന്റെ വേദനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ കടന്നു വന്നപ്പോഴും കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ താങ്ങി ദൈവം പരിപാലിച്ചു, ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം തുടർന്നുള്ള നിമിഷം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. 18-ാം സങ്കീർത്തനത്തിന്റെ 25 മുതൽ അല്ലെങ്കിൽ 50 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമുക്ക് വായിപ്പാനിടയായിത്തീർന്നത്. അതിമനോഹരമായ സങ്കീർത്തനത്തിന്റെ വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 25 മുതൽ 35 വരെയുള്ളതായ വേദഭാഗം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത എന്താണെന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 25 മുതൽ 35 വരെയുള്ള വാക്യം, 36 മുതൽ അല്ലെ അതിന് 50 വരെയുള്ള വാക്യത്തിൽ ഒരു ദൈവ പൈതലിനു വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ കാണാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. 25 മുതൽ 35 വരെയുള്ള വാക്യം ദൈവത്തിന്റെ വിശ്വസ്തതയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സങ്കീർത്തനത്തിന്, ഈ വാക്കുകൾക്ക് നമുക്കൊരു പേര് കൊടുത്താൽ, അല്ലെങ്കിൽ ആ സങ്കീർത്തനത്തിന് ഇങ്ങനെ നമുക്ക് പേര് വിളിക്കാൻ കഴിയും. അല്ലെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, ഭക്തനെ ആദരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്, ഭക്തനെ മാനിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താ ദൈവത്തിന്റെ വിശ്വസ്തത? അതിന്റെ ആരംഭ ഭാഗങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ ദയാലുവോട് നീ ദയാലുവാകുന്നു, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു. ഹല്ലേലൂയ. നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു, എളിയ ജനത്തെ നീ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. അങ്ങനെ ആ വേദഭാഗങ്ങളിലൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാണെന്ന് വർണ്ണിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് വായിച്ച സങ്കീർത്തനത്തിന്റെ ആരംഭത്തിലെ 10 വാക്യങ്ങൾ. ശേഷിക്കുന്നതായ 50 വരെയുള്ള വാക്യങ്ങൾ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് അവിടെ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കളുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവം, അല്ലെ എതിർക്കുന്നവരെ കീഴാക്കി തരുന്ന ദൈവം, അല്ലെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം, കാലടി വെക്കേണ്ടതിന്
വിശാലതകൾ വരുത്തുന്ന ദൈവം തുടങ്ങി അനവധി വാക്കുകൾ നമുക്കതിനകത്ത് കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം അല്പസമയം ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആ വേദാംശത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ. അതിന്റെ 18-ാമത്തെ സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധി വായിക്കാം. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദയാലുവോട് നീ ദയാലുവ. അപ്പോൾ ദൈവം എന്തെങ്കിലും കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ ദയാലുവായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കഠിന ഹൃദയരാകരുത്, കഠിന മനസ്സുള്ളവരാകരുത്. നമ്മുടെ വാക്കോ നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ പെരുമാറ്റങ്ങളോ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അത് ദയയിൽ ചേർന്നു നിൽക്കുന്നതായിരിക്കണം, ദയയിൽ അലിഞ്ഞു നിൽക്കുന്നതായിരിക്കണം. നമ്മുടെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മളിൽ വെളിപ്പെടുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവരാൾക്ക് അറിയാനിടയായി തീരണം. ആരും പറയരുത് മൂർച്ചയുള്ള വാക്കാണ്. സങ്കീർത്തനം വായിക്കുമ്പോൾ ഈ മൂർച്ചയുള്ള വാക്ക് ആരുടെയാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, ദൈവത്തിന്റെ ജനമേ, നാം നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ 101-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ എന്ത് ചെയ്യും? പെരുമാറും. നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഭവനത്തിലാകട്ടെ, നമ്മുടെ ചുറ്റുപാടുകളിലാകട്ടെ, ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരോടുള്ള ബന്ധത്തിലാകട്ടെ, എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മെക്കുറിച്ച് പറയാൻ ഇടയുണ്ടായിട്ടുണ്ടോ? ആ വ്യക്തി ഒരു കഠിന ഹൃദയനാണ്. ആ വ്യക്തിയുടെ വാക്ക് ഒരു കഠിന വാക്കാണ്. ആ വ്യക്തിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ദയയില്ലാത്ത, അലിവില്ലാത്തതായ ഒരു വാക്കുകൾ. ദൈവത്തിന് സ്തോത്രം. ദയ എന്നുള്ളതായ വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രാപിപ്പാനായിട്ട് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കാട്ടുന്ന കരുണയ്ക്കാണ് ദയ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമുക്കൊരു യോഗ്യതയുമില്ല അത് ലഭിക്കുവാൻ. നമ്മുടെ യോഗ്യതയില്ലാത്ത ആ സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു ഫേവറാണ് ദയ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് പിടികിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താം. അതല്ല എന്റെ ചിന്താവിഷയം. അതിന്റെ അർത്ഥം പിടികിട്ടാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കാം. ഹല്ലേലൂയ. 2 കാലും മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവന്റെ പേര് മെഫീബോശേത്ത് എന്നാണ്. ആ മനുഷ്യനെ വിളിച്ചിട്ട് ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നു: ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ഇന്നു പകൽ നിന്നോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുക. നിന്റെ കുടുംബം എന്നോട് ചെയ്തതും നിന്റേതായ ഭവനം എന്നോട് കാട്ടിയതൊക്കെ ഓർക്കുമ്പോൾ നീ ദയക്ക് അർഹനല്ലെങ്കിലും ഹല്ലേലൂയ, ഞാൻ യോനാഥാനോട് ചെയ്ത ഒരു ഉടമ്പടിയുടെ മുമ്പിൽ ഒരു വിശ്വസ്തത കാട്ടുകയാണ്. അതാ ദയ എന്ന് പറയുന്നത്. അവൻ പ്രാപിച്ച ദയ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നമുക്കറിയാം. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ദയയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കൂട്ടുവിശ്വാസികളോടുള്ള ബന്ധത്തിലാകട്ടെ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടുള്ള ബന്ധത്തിലാകട്ടെ, നമ്മുടെ മുകളിലോ നമ്മോട് ഒരുമിച്ചോ നമ്മുടെ താഴെയോ ജോലിയിൽ ആയിരിക്കുന്നവരോടുള്ള ബന്ധത്തിലാകട്ടെ, നമുക്കൊരു ദയയുണ്ടാകണം, നമുക്കൊരു കരുണയുണ്ടാകണം, നമുക്ക് ഒരു ആർദ്രതയുണ്ടാകണം, അവരോടൊരു അടുപ്പം നമുക്കുണ്ടാകണം. നമ്മുടെ വാക്കുകളിൽ അത് വെളിപ്പെടണം, നമ്മുടെ മനോഭാവത്തിൽ അത് വെളിപ്പെടണം, നമ്മുടെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടണം. നമ്മളെ പുച്ഛിക്കുന്ന ഒരു ലോകം നമുക്ക് ചുറ്റുപാടുകളിൽ ഉണ്ടെങ്കിൽ തന്നെയും ദൈവമക്കളെ, പരമാർത്ഥതയോടെ ഒരു ദയയുള്ള ഒരു ജീവിതം നയിച്ചാൽ നമുക്ക് ഒത്തിരി ആളുകളുടെ ധാരണകൾ തിരുത്താൻ കഴിയുമെന്നാണ് എന്റെ ചിന്ത. എല്ലാവരെയും പോലെ നമ്മളുമാകുന്നു എന്നൊരു ചിന്താഗതി വരരുത്. എല്ലാവരുടെയും വിമർശനത്തിനുള്ളിൽ നമ്മളുമായിത്തീരുന്നു. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആരും ഒരു നല്ലത് പറയത്തില്ല എന്നൊരു തെറ്റിദ്ധാരണയല്ല. നമ്മൾ ജീവിച്ച് പെരുമാറി ആ നിലയിൽ പ്രവർത്തിച്ചാൽ നമുക്കും ചില വ്യത്യാസങ്ങൾ സമൂഹത്തിൽ വരുത്താൻ കഴിയും, മറ്റുള്ളവരുടെ ഇടയിൽ വരുത്താൻ കഴിയും. ആകയാൽ പ്രിയരെ, എന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് ദയയുള്ളവരാകണം. ദൈവത്തിന് സ്തോത്രം. ആരോടൊക്കെ ദയ കാട്ടാൻ കഴിയുമോ അവരോടൊക്കെ ദയ കാട്ടുന്നവരായിരിക്കണം. ദയാലുവോട് നീ ദയാലുവാകുന്നു. അടുത്ത ഭാഗം, നിർമ്മലനോട് നീ നിർമ്മലൻ. ജീവിതത്തിൽ ഒരു നിർമ്മലതയുണ്ടാകണം. കപടം, കാപട്യം, ഹല്ലേലൂയ, മറയിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്.
നിർമ്മലത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ വഴികളിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ. നിർമ്മലനോട് നിർമ്മലതയോടുകൂടി ജീവിക്കുന്ന പെരുമാറുന്ന വ്യക്തിയോട് കരുണ കാണിക്കുന്നവനാ നമ്മുടെ ദൈവം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് വെളിപ്പെട്ടു വരണം. ഇയ്യോബിനോട് അവന്റെ സഹോദരന്മാർ പറയുന്ന ഒരു ഭാഗം 4-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. നീ നിർമ്മലനെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സഹോദരന്മാർക്ക് ആ നിർമ്മലത അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അവന്റെ നിർമ്മലത തെളിയിച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കൂട്ടുവിശ്വാസികളുടെ നടുവിൽ, ഹല്ലേലൂയ, നിന്റെ ചുറ്റുപാടുകളുടെ നടുവിൽ നീ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ആ നിർമ്മലതയോടെ പെരുമാറാൻ കഴിഞ്ഞാൽ, ആ നിർമ്മലതയോടെ ജീവിപ്പാൻ കഴിഞ്ഞാൽ, ആ നിർമ്മലത സൂക്ഷിപ്പാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ എന്നും അനുഗ്രഹമാ. ദൈവം നമ്മുടെ സ്ഥിതിക്കൊരു മാറ്റം തരണമെങ്കിൽ നാം ഈ നിലയിൽ ജീവിച്ചേ മതിയാകുകയുള്ളൂ. 3-ാമത്തെ കാര്യം അവിടെ വായിക്കുന്ന ഇങ്ങനെയാ, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു. 3-ാമത്തെ അനുഭവം നിഷ്കളങ്കത. ദൈവത്തിന് സ്തോത്രം. കളങ്കമില്ലാത്തതായ ഒരു അനുഭവം ജീവിതത്തിൽ, ഹല്ലേലൂയ, അകൃത്യം കരുതാത്തതായ ജീവിതത്തിൽ മലിനത വെച്ചുകൊണ്ടിരിക്കാത്ത ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവ് നിഷ്കളങ്കതയ്ക്ക് ഒരു നല്ല തെളിവായി എടുത്ത ഒരു ജീവിയാണ് പ്രാവ്. പ്രാവിനെ പറ്റി പഠിക്കുമ്പോൾ ചിന്തകന്മാർ പറയുന്ന ഒരു ചിന്ത, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഉയരങ്ങളിൽ കൂടുകെട്ടാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് പ്രാവ്. ഉയരങ്ങളിൽ കൂടുകെട്ടാൻ ഒരിടമില്ലെങ്കിൽ പോലും അത് താണ നിലത്തൊരു കൂട് വെക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് പറയാൻ ഒത്തിരി പ്രത്യേകതകളുണ്ട്. എങ്കിലും ഒരു കാര്യം മാത്രം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ. പ്രാവിനെ കുറിച്ചുള്ള പഠിതാക്കൾ പറയുന്നത്, ഈ പ്രാവിന്റെ ശരീരത്ത് കളറുള്ളതാണെങ്കിലും കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും ഇടകലർന്ന കളറുള്ളതാണെങ്കിലും അതിന്റെ ദേഹത്ത് ഒരൽപ്പം ചെളി പുരണ്ടാൽ ആ പ്രാവ് അത് ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെ അസ്വസ്ഥമായിരിക്കും. ഒന്നുകിൽ അതിന്റെ ചുണ്ടുപയോഗിച്ച് കൊത്തി വലിച്ചു കളയാനുള്ള പാകത്തിലാണ് ഈ ചെളി പുരണ്ടിരിക്കുന്നതെങ്കിൽ അത് ചുണ്ടുകൊണ്ട് അത് കൊത്തിക്കളയും. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ അതിന്റെ ശരീരം ഉരുമ്മിയാണെങ്കിലും ആ ചെളി, ആ അശുദ്ധി അതിന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് വരെ അത് അസ്വസ്ഥമായിരിക്കും. ദൈവ പൈതലേ, നിഷ്കളങ്കത നമ്മുടെ ജീവിതത്തിൽ നമ്മെ പരിപാലിക്കുമാറാകട്ടെ. എവിടെങ്കിലും ഒരു ചെറിയ ബ്ലാക്ക് മോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ നമ്മൾ എത്ര പേർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്, എത്ര പേർക്കൊരു ഭാരം തോന്നാറുണ്ട്. എന്നും നമ്മളോട് കണ്ട് സഹകരിക്കുന്ന ഒരു കൂട്ടു സഹോദരൻ, ഒരു കൂട്ടു സഹോദരി ഒരു ദിവസം കണ്ടപ്പോ ഒന്ന് മുഖം കറപ്പിച്ചു സംസാരിച്ചു. കാര്യം എന്തെന്നറിയുന്നില്ല. അതൊന്ന് ആരാഞ്ഞറിയാൻ, അതിനൊരു പരിഹാരം വരുത്താൻ, എന്താണ് ആ സ്നേഹത്തിനൊരു കുറവ് സംഭവിച്ചത്, അതിനൊരു ഏറ്റക്കുറച്ചിലുണ്ടായതെന്താ? എന്നും നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു വ്യക്തി ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നില്ല, മനസ്സുള്ളവരൊക്കെ വന്നാൽ മതി എന്നുള്ളൊരു ചിന്തയല്ല. ഒന്ന് ദൈവസ്നേഹത്തിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാനൊരു മനോഭാവം, അതിന് എന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയാണെങ്കിൽ അത് ഞാൻ ക്രമീകരിക്കാം എന്ന് പറയാനൊരു മനോഭാവം. നാം നിമിത്തം ഒരാള് ആത്മീകത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അതിന് കാരണക്കാർ നമ്മുടെ വാക്കുകളോ പെരുമാറ്റങ്ങളോ ആണെന്നറിയുമ്പോൾ അതിനൊന്ന് ഒന്ന് താഴാൻ, ഒരു സ്റ്റെപ്പ് ഒന്ന് താഴോട്ടൊന്ന് ഇറങ്ങാൻ, ഹല്ലേലൂയ, ഒരു കൂട്ടുവിശ്വാസിയെ നേടാൻ. ദൈവ പൈതലേ, ഞാൻ ഹല്ലേലൂയ അടുത്ത ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ എത്രത്തോളം താഴണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു കൂട്ടുവിശ്വാസിയെ നേടാനും ഒരു കൂട്ടുവിശ്വാസിയോടൊന്ന് അഡ്ജസ്റ്റ് ആകാൻ ഒരു പടി താഴാൻ നമുക്ക് മനസ്സില്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ മണിമകുടമായവൻ ഈ താണലോകത്തിലേക്ക് താഴ്ന്നു വന്നത് ഓർക്കുമ്പോൾ നമ്മളാണോ കർത്താവിനേക്കാൾ വലിയതെന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. മാനവകുലത്തെ നേടുവാൻ സ്വർഗത്തിന്റെ ഓമനപുത്രൻ ഈ താണലോകത്തിലേക്ക് കടന്നു വരാൻ, പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ താണലോകത്തിലേക്ക് കടന്നു വരാൻ അല്പം പോലും മടി കാണിക്കാതെ, ഹല്ലേലൂയ, ഞാനിതാ അടിയനെ അയക്കണമേ എന്നുള്ളതായ വചനത്തിന്റെ മുമ്പിൽ ഇറങ്ങി വരാൻ ദൈവപുത്രന് കഴിയുമെങ്കിൽ കൂടാരാധിക്കുന്ന കൂട്ടുവിശ്വാസിയോടുള്ള ബന്ധത്തിൽ ഒന്ന് അവരെ നേടേണ്ടതിന്, അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്ന് അടുപ്പിക്കേണ്ടതിന് ഒരു സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങാൻ, ഒന്ന് വാക്കിലൊന്ന് താഴാൻ, ഒന്ന് കുനിയാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ ഒന്നുകൂടെ നാം ശോധന ചെയ്യണം.
ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആത്മീകത്തിൽ ദൈവത്തിന് ഹല്ലേലൂയ മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല ഹല്ലേലൂയ എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. നാം എല്ലാവരും അവന്റെ പ്രിയ മക്കളാ. നമ്മയെല്ലാം ദൈവം കാണുന്ന ഒരേ കണ്ണുകൊണ്ടാ. ഹല്ലേലൂയ. 50 വർഷത്തിന് മുമ്പ് ഇറങ്ങിയാലും 5 വർഷമേ ആയുള്ളെങ്കിലും ഇനി 5 മാസമേ ആയുള്ളെങ്കിലും ദൈവ പൈതലെ നാം എല്ലാവരും ദൈവസന്നിധി മക്കളാണെന്നുള്ളതായ ഒരു വേർതിരിവ് ദൈവത്തിനില്ലെന്ന് ഓർക്കണം. ഹല്ലേലൂയ. നിഷ്കളങ്കതയോടൊന്ന് പെരുമാറാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരാളോട് സംസാരിക്കുമ്പോഴാകട്ടെ, മറ്റുള്ളവരോട് ഇടപെടുമ്പോഴാകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ നിഷ്കളങ്കത ആ തലങ്ങളിലൊന്ന് വെളിപ്പെടാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചില ആളുകളെയൊക്കെ കണ്ടിട്ട് ഹല്ലേലൂയ നമ്മൾ പറയാറുണ്ട്, അവരെ കുറിച്ചൊക്കെ മാർക്കിടാറുണ്ട്, അദ്ദേഹം നല്ല നിഷ്കളങ്കനായ ഒരു മനുഷ്യനാ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു ഉറപ്പില്ലാതെ വരുന്നു? എന്തുകൊണ്ട് നമ്മെക്കുറിച്ച് ഞാനും ആ ഒരു അനുഭവത്തിലുള്ളവനാണെന്നുള്ളതോ എന്തുകൊണ്ട് നമുക്ക് പറയാൻ ഒരു അനുഭവത്തിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നില്ല? ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യാം. നിഷ്കളങ്കനെ കുറികൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതിയുണ്ടാകും. ഇന്ന് പകൽക്കാലം നിഷ്കളങ്കതയോടെ ജീവിക്കാൻ, നിഷ്കളങ്കതയോടെ പെരുമാറാൻ, നിഷ്കളങ്കതയോടെ ജീവിതത്തിൽ ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാനിടയായി, നമ്മുടെ സഭയിലുള്ളതല്ല. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാനത്ത് 5 മാസമേ ആയുള്ളൂ ജോലിയിൽ കയറിയിട്ട്. എന്നാൽ ജോലി നടത്തുന്ന സ്ഥാപനത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന പല സ്റ്റാഫിന്റെയും പല പ്രവണതകളോടും എനിക്ക് യോജിക്കാൻ കഴിയാതെ ഞാൻ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവരിൽ നിന്ന് ഞാൻ ഒറ്റപ്പെടുന്നു എന്നെനിക്ക് തോന്നി. സാരമില്ല, പ്രമാണത്തിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിടിച്ചു നിന്നു. ഒരു ദിവസം ജോലിക്ക് രാവിലെ ചെന്നപ്പോൾ അതിന്റെ അധികാരികൾ എന്നോട് പറഞ്ഞു, അടുത്ത 15-ാം തീയതി വരെ, ഈ 15-ാം തീയതി വരെ വന്നാൽ മതി ജോലിക്ക്, ഇനി നീ വരണ്ട. എന്നോട് ആ സഹോദരൻ ചോദിച്ചൊരു ചോദ്യം, ഞാൻ കർത്താവിന് വേണ്ടി അവന്റെ നാമത്തിനു വേണ്ടി വിശ്വസ്തത പാലിച്ചതുകൊണ്ട്, നിഷ്കളങ്കതയോടെ നിന്നതുകൊണ്ട്, അവരുടെ പല കൂട്ടുകെട്ടിന് ഞാൻ പങ്കുചേരാതിരുന്നത് കൊണ്ട് പാസ്റ്റർ എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം പെട്ടെന്ന് പറയാൻ എനിക്ക് മറുപടി ഇല്ലായിരുന്നെങ്കിലും ഞാൻ ആ പ്രിയ സഹോദരനോട് പറഞ്ഞു, സാരമില്ല, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ആദരിക്കും. ദൈവത്തിന് സ്തോത്രം. അവരുടെ മുമ്പിൽ നീ തോറ്റുപോയി എന്ന് നിന്നു നിനക്കൊരു തോന്നലുണ്ട്, പക്ഷേ അവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും. ഈ വേദപുസ്തകത്തിന്റെ ചരിത്രം അതാ നമ്മെ പഠിപ്പിക്കുന്നത്. ചിലയിടത്തൊരു പക്ഷേ ഒരു താൽക്കാലിക തോൽവി എന്ന് നമുക്ക് തോന്നിയാലും അത് ആത്യന്തികമായി ജീവിതത്തിൽ എന്നുമുള്ളതായ ഒരു തോൽവിയല്ല. അല്ലെങ്കിൽ പരമാർത്ഥതയോടെ ജീവിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആരംഭത്തിൽ ഒരു പക്ഷേ നീ സിംഹക്കൂട്ടിൽ എറിയപ്പെട്ടാലും, പൊട്ടക്കുഴിയിൽ എറിയപ്പെട്ടാലും, തീയുടെ നടുവിലേക്ക് എറിയപ്പെട്ടാലും, കാരാഗ്രഹത്തിൽ എറിയപ്പെട്ടാലും, നിന്റെ നിഷ്കളങ്കത നീ കൈമുതലാക്കി അത് സൂക്ഷിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ആത്മീക ജീവിതത്തിന് വേണ്ടി നിലനിന്നാൽ ദൈവമൈതലേ നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാ. ദൈവം നമ്മെ ആദരിപ്പാൻ മതിയായവനാ. ദൈവത്തിന് സ്തോത്രം. നമ്മേക്കാൾ ശക്തന്മാര്, ഉന്നതന്മാര് വീണുപോയൊരു പോർക്കളത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കർത്താവ് ഇത്രത്തോളം നമ്മെ നിർത്തിയോർക്കുമ്പോ എത്ര സ്തുതിച്ചാലും അത് മതിയാകയില്ല. അതൊരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ അധികമാകയില്ല. അതുകൊണ്ട് പ്രിയരെ, ഞാൻ പറഞ്ഞതിന്റെ ആശയം, ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ, നമ്മുടെ ദൈവത്തെ കത്തിക്കണമെങ്കിൽ, ഒന്നാമത് നാം ദയയുള്ളവരാകണം, രണ്ടാമത് നിർമ്മലന്മാരാകണം, മൂന്നാമത് നിഷ്കളങ്കതയുള്ളവരായിരിക്കണം, നാലാമത് എളിയ ജനത്തെ നീ രക്ഷിക്കും. ഒരു എളിമത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ഒരു സൗമ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. അല്ല, സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കും, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മാനിക്കപ്പെടാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. അത് കുറുക്കു വഴിയല്ല, നേരായുള്ള ഒറ്റ വഴി. അത് ഒന്നു മാത്രമേ ഉള്ളൂ. എളിമപ്പെടുക, സൗമ്യതയോടെ ജീവിക്കുക, ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിഗളിച്ചു നടക്കുന്നവരെ യഹോവ താഴ്ത്തും,
എന്നാൽ താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും നമ്മെ കാണുന്നവർ പറയട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മെ കാണുന്നവർ പറയാനിടയാകട്ടെ, ആ സഹോദരൻ ഒരു താഴ്മയുള്ള സഹോദരന്, ആ സഹോദരി ഒരു താഴ്മയുള്ള സഹോദരിയാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ നടുവളച്ചത് കൊണ്ട് താഴ്മ വെളിപ്പെടത്തില്ല, തല കുനിച്ചതുകൊണ്ട് താഴ്മ വെളിപ്പെടത്തില്ല, ഒരുപക്ഷെ വേഷഭൂഷാദികൾ കൊണ്ട് താഴ്മയുടെ ഒരു പ്രകടനം നടത്തിയത് കൊണ്ട് താഴ്മ വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. താഴ്മ നമ്മുടെ ജീവിതത്തിലാണ് വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിന്ന കുഞ്ഞാടിനെ പോലെ അത് യേശുവിന്റെ താഴ്മയാ. ഹല്ലേലൂയ. മുഖത്തെ രോമം പിഴുതെടുക്കുമ്പോ ഹല്ലേലൂയ വായിൽ വഞ്ചനയൊന്നുമില്ലാതിരുന്നിട്ടും ഊമനെ പോലെ നിന്നത്, മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോൾ ഹല്ലേലൂയ പ്രതികരിക്കാതിരുന്നത്, ഹല്ലേലൂയ വാക്കില്ലാഞ്ഞതുകൊണ്ടോ നാക്ക് താണുപോയത് കൊണ്ടോ അല്ല, ഹല്ലേലൂയ സൗമ്യത, താഴ്മ എന്തിനു വേണ്ടി എന്നുള്ളൊരു ഓർമ്മയാണ് ആ കാര്യങ്ങളിലൂടെ കടന്നു പോകാനിടയായത്. ദൈവമക്കളെ, ഒരു പക്ഷേ നാം എല്ലാവരും താഴ്മയുണ്ടെന്ന് അഭിമാനിക്കുമ്പോഴും അവസരം കിട്ടിയാൽ നമ്മളൊക്കെ പ്രതികരിക്കുന്നവരാ. നമ്മൾ കാശ് കൊടുത്തൊരു ബസ്സേ കയറി, നമ്മൾ ബസ്സുകാരനോട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ മേപ്രാലിന് പോകുന്നിടത്ത് പള്ളിപ്പടിയിൽ എന്നെ ഇറക്കണം. നമ്മുടെ രണ്ട് കയ്യിൽ സഞ്ചി നിറച്ച് സാധനമുണ്ട്. ബസ്സുകാരൻ ഇത് കേട്ടെങ്കിലും ബസ്സുകാരൻ അവിടെ എന്ത് ചെയ്തില്ല, ഈ പള്ളിപ്പടിക്കൽ ഇവിടെ നിർത്തിയില്ല. ബസ് മുന്നോട്ട് പോയി. നമ്മുടെ മനോഭാവം മാറി, നമ്മുടെ മുഖത്തിന്റെ ഭാവമൊക്കെ മാറി. എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അല്ലേലും ഇനി അടുത്ത സ്റ്റോപ്പ് അങ്ങ് ജംഗ്ഷനിലേ ഉള്ളൂ. നമ്മുടെ മുഖഭാവം മാറി. ഒരു നിമിഷം നമ്മളല്ലാതെ അങ്ങ് മാറും. ഹല്ലേലൂയ. നമ്മളല്ലാതെ അങ്ങ് മാറും. അവരെ എന്തൊക്കെ പറയാമോ അതൊക്കെ പറയുന്ന ആളുകളെ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ബസ്സിലെ ജീവനക്കാര് അവസാനം ഇവർ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കമന്റ് പറയും, ചുമ്മാ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ, ഒരു ജീവിതവുമില്ല. കാരണം അവൻ നോക്കിയപ്പോ അവന്റെ അത്രയും നമ്മുടെ അത്രയും പ്രതികരണം അവനില്ല, രക്ഷിക്കപ്പെടാത്തവനില്ല. കൃപ പ്രാപിച്ച നമ്മുടെ പ്രതികരണം അതിനേക്കാൾ വലുതാ. നമുക്ക് പറയാൻ ന്യായമുണ്ട്, ഞാൻ കാശ് കൊടുത്താ കയറിയത്, വെറുതെ അല്ല. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അവൻ നിർത്തിയില്ല. അപ്പോൾ അതിൽ അവിശ്വസ്തതയുണ്ട് എന്നുള്ളത് ഒരു ഭാഗം ശരിയാണെങ്കിലും നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളല്ലാതായി തിരികെയാ. ഒരുപക്ഷെ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയും, പാസ്റ്ററെ ആ വെയിറ്റുള്ള സാധനം തൂക്കിക്കൊണ്ട് ഞാൻ പിന്നെ നടന്നു വരണം, ഇനി അല്ലെങ്കിൽ അടുത്ത ഒരു ഓട്ടോ പിടിക്കണമെങ്കിൽ അതിന് പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കണം. ദൈവമക്കളെ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഏറ്റവും ബാക്ക് സൈഡിലായിരിക്കുന്നത് നോക്കി, ജനലിന്റെ ഒരു സൈഡിൽ ഏറ്റവും ബാക്ക് സൈഡിൽ. അങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ പഴയ കാലത്ത് ജീവിച്ചിരുന്നതായ ഒരു അമ്മച്ചി ബസ്സിൽ കയറി. നമ്മളിരിക്കുന്നതിന്റെ ഒരു 7-8 സീറ്റിന് മുമ്പിലിരുന്നു. അവരിങ്ങനെ 4 കുട്ടി മുറുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ബസ് വന്നത്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് തുപ്പിക്കളയാൻ മറന്നുപോയി. ബസ്സിൽ കയറി ഇച്ചിരി കഴിഞ്ഞപ്പോ ഇച്ചിരി ബസ് സ്പീഡിലെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അവർ ഓർത്തിരുന്ന ഇത് കളഞ്ഞില്ലല്ലോ എന്ന്. അവരുടെ ആയമെടുത്ത് ഒരു തുപ്പി വെളിയിലോട്ട്. ഇത് പുറകിരുന്ന നമ്മുടെ മുഖത്തെല്ലാം തെറിച്ചു. ഹല്ലേലൂയ. സൈലന്റ് ആയിരിക്കുന്ന പല പെന്തക്കോസുകാരും വയലന്റ് ആകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബസ്സുകാർ അവരെ പറയാവുന്ന വാക്കുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നേരിട്ട് കാണാൻ ഇട വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് കർത്താവിന്റെ മുഖത്തേക്ക് അവര് ഹല്ലേലൂയ തുപ്പിയ രംഗം. ഇത് നമ്മുടെ മുഖത്ത് വീഴണമെന്ന് വിചാരിച്ച് തുപ്പിയതല്ല, വെളിയിലോട്ട് തുപ്പിയപ്പോ അബദ്ധവശ കാറ്റ് കൊണ്ടെന്ന് നമ്മുടെ മുഖത്തേക്ക് കൊണ്ടുവന്നതാ. ഇത് കർത്താവിന്റെ മുഖത്ത് വീഴണമെന്ന് വിചാരിച്ച് നേരിട്ട് എന്ത് ചെയ്താ, തുപ്പിയ. എന്നിട്ടും സൈലന്റാ. കർത്താവിനറിയാം ഞാൻ എന്തിനു വേണ്ടി സഹിക്കുന്നു, ആർക്കു വേണ്ടി സഹിക്കുന്നു. ദൈവ പൈതലേ, കർത്താവ് അതിനകത്ത് അക്ഷമനായിരുന്നെങ്കിൽ, ക്ഷമയില്ലാത്തവനായിരുന്നെങ്കിൽ, ക്ഷമിപ്പാനുള്ള മനോഭാവമില്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇന്ന് ഈ അവസ്ഥയിൽ എത്താൻ കഴിയുമായിരുന്നോ? ഒന്ന് ചിന്തിച്ചേ. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആമേൻ പറയും. നമ്മളൊരവസരം കിട്ടിയാൽ മറ്റൊരാളോട് പറയും. ദേഷ്യപ്പെടുന്ന ഒരാളോട് നമ്മളും പറയും. അല്ല, പുസ്തകം പിടിച്ചുകൊണ്ട് നടന്നാൽ പോരാ, ക്രിസ്തുയേശുവിനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. അത് പറയുമ്പോൾ ഓർക്കണം, നമ്മളും അത് കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാ.
നമ്മൾ വരെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാ. ദൈവത്തിന് സ്തോത്രം. വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോ ചിലർ നമ്മുടെ വാഹനത്തിന്റെ മുമ്പിലൊക്കെ ചില ലീലാവിലാസങ്ങളൊക്കെ കാണിക്കും. പ്രതികരിക്കാൻ ഒരുപക്ഷെ നാവോ, പ്രതികരിക്കാൻ ഒരുപക്ഷെ മനസ്സോ, യുക്തിയോ ഒക്കെ പൊങ്ങി വരും. എന്നാലും ദൈവ പൈതലേ, ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഞാൻ ആരാണെന്നുള്ളത് എപ്പോഴും ഓർത്തുകൊള്ളണം. ഞാൻ ആരാണെന്നുള്ളത് എപ്പോഴും ഓർത്തുകൊള്ളണം. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് 4ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നിനക്ക് അറിയത്തില്ലെങ്കിലും അടുത്തിരിക്കുന്നതായ ഒരു വ്യക്തി പേപ്പറിന്റെ തുണ്ടുവെച്ചത് എഴുതി നമ്മുടെ അടികിലേക്കിടുന്നു. ആ സമയത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് പരീക്ഷയ്ക്ക് അതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ ഒരു നിമിഷത്തേക്ക് വെളിയിലേക്ക് പോയി. ശ്രദ്ധിക്കാൻ ആരുമില്ല. എല്ലാവരും സമയത്തിനുള്ളിൽ അത് എഴുതി തീർക്കാനുള്ള തത്രപ്പാടിൽ നിൽക്കുമ്പോൾ 4ാമത്തെ ചോദ്യമൊട്ടും അറിയത്തുമില്ല. മനസ്സോടെ ഒരാൾ ആ ചോദ്യത്തിന്റെ ആൻസർ എഴുതിയ പേപ്പർ മുമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ ദൈവ പൈതലേ, വഞ്ചിക്കപ്പെടരുത്. നമ്മൾ ആരാണെന്നുള്ള ഓർമ്മയുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലയിടത്തും ഇതിന്റെ മുമ്പിൽ വീണുപോകുന്നവരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത്, പലരോടും ഇത് പറയുമ്പോ പറയുന്നത്, ഞങ്ങളുടെ കൂടുള്ള പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. ഹല്ലേലൂയ. ഇന്നാരും പെന്തക്കോസ്ത് ജീവിക്കുന്നവരാ. അവര് ഞങ്ങളെക്കാൾ ഈ കാര്യത്തിൽ ഒത്തിരി അഡ്വാൻസ്ഡാ. അവര് 10 പ്രാവശ്യം കോപ്പി അടിക്കുമ്പോ ഞാൻ 1 കോപ്പി അടിച്ചുള്ളൂ എന്ന് എന്നോട് പറഞ്ഞ കുഞ്ഞുങ്ങളെ എനിക്കറിയാം. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, പറയാൻ ന്യായീകരണത്തിന് ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷെ നാം ആരാണെന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മെ ഭരിക്കട്ടെ. ഹല്ലേലൂയ. ഭവനത്തിലായിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും ദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഞാൻ ആരാണെന്നുള്ള ഓരോർമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഏലീശാ പ്രവാചകന്റെ അടുക്കൽ ഏലിയാവ് കടന്നു ചെന്നിട്ട് അവൻ തന്റെ ഭവനത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്നുള്ളത് നീ മറന്നു പോകരുത്. എന്താ ചെയ്തത്? ഒരഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിമിഷങ്ങളിൽ ഹല്ലേലൂയ, നീ ആ ഉഴുന്നതായ ജോലിയിൽ മൃഗത്തെ പൂട്ടി ഉഴുന്നതായ പ്രവൃത്തിയിൽ നീ ആയിരിക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ നിന്റെ മേലുണ്ടായിരുന്ന ഒരനുഭവമല്ല ഇപ്പോൾ നിന്റെ മേലുള്ളത്. ഒരു വിശേഷാൽ ഒരു തൈലം, വിശേഷാൽ ഒരു അഭിഷേകം നിന്റെ മേൽ വീണിട്ടുണ്ട്. ആ ഒരു അനോയിന്റിംഗ് ഉള്ളത് കൊണ്ട് നീ അതിന്റെ പവിത്രത എപ്പോഴും കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ എപ്പോഴും ക്രിസ്തുവിനെ ദൈവത്തിന്റെ സൗരഭ്യവാസനയായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. 4ാമത്തെ പ്രത്യേകതയാണ് ഞാൻ അവിടെ ഓർപ്പിച്ചത്. ഹല്ലേലൂയ. നമുക്ക് എളിമത്തമുണ്ടായിരിക്കണം. ഇത് 4ഉം നമുക്കുണ്ടായിരിക്കണം. ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത 2 കാര്യം അവിടെയുണ്ട്. ഒന്ന്, വക്രത. വക്രനോട് നീ വക്രനല്ല, വക്രത കാണിക്കും. ദൈവം അങ്ങനെ കാണിക്കുമോ? അങ്ങനെ കാണിക്കും. വേദപുസ്തകത്തിൽ ഒത്തിരി തെളിവുണ്ട്. എല്ലാം എടുത്ത് ഓർപ്പിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല, സമയം വേഗത്തിൽ ഓടിപ്പോകുന്നല്ലോ. വക്രത കാണിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു വക്രബുദ്ധിയോടുകൂടെ ഒരു വക്രതയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചലനങ്ങളും നടത്തിക്കൂടാ, ഒരു പ്രവർത്തനങ്ങളും നടത്തിക്കൂടാ. നിൽക്കുന്ന ഒരുവനെ എന്താ വക്രത എന്ന് പറയുന്നത്? ഒരുവനെ താഴ്ത്തിക്കെട്ടാൻ, ഒരുവനെ ഇല്ലായ്മ ചെയ്യാൻ, ഒരുവന് അപമാനം വരുത്തുവാൻ, ഒരുവനെ തേജോവനം ചെയ്യാൻ, അതിനുവേണ്ടിയുള്ള ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന പെരുമാറ്റത്തെയും പറയുന്ന വാക്കുകളെല്ലാം വക്രതയുടെ ലിസ്റ്റിൽ പെടുന്നതാ. ദൈവത്തിന് സ്തോത്രം. എനിക്കില്ലെങ്കിലും അവനുള്ളത് ഒരിക്കൽ പോലും അനുഭവിപ്പാൻ ഇടവരരുത്. അതുകൊണ്ട് അതിനെതിരായി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം വക്രതയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാ. അങ്ങനെ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വക്രത നമ്മുടെ ജീവിതത്തിൽ എത്തി നോക്കാൻ പോലും ഇടവരരുത്. ദൈവസന്നിധിയിൽ ഒഴിയേണ്ട രംഗങ്ങളിലൊക്കെ ഒഴിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വീണുപോയ പല ആത്മീയ അനുഭവങ്ങളിൽ നിന്ന പലരെയും ഒരു പക്ഷേ നമുക്ക് കണ്ടെത്തിരിക്കാം. അവരൊക്കെ വക്രതയുടേതായ കൂട്ടാളികളായി അതിന് ചുവട് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അവസരങ്ങൾ ഒത്തുകിട്ടി നമ്മളെയും അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ നാം ആരാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് ആ അനുഭവത്തിൽ നിലനിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. 6ാമതായി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. 6ാമത് നമുക്കുണ്ടായിരിക്കാൻ പാടില്ലാത്ത 6ാമത്തെ സംഗതി, നിഗളം ജീവിതത്തിൽ ഒരിക്കലും വരരുത്. നിഗളം പിശാചിന്റെ അനുഭവങ്ങളിൽ വന്നപ്പോൾ, ലൂസിഫറിന്റെ അനുഭവങ്ങളിൽ വന്നപ്പോൾ അവൻ ഒരു പിശാചിന്റെ ഒരു വേഷത്തിലേക്ക്, ഒരു തള്ളപ്പെട്ട അവസ്ഥയിലേക്ക് ഈ ഭൂമിയിൽ നിപതിക്കാൻ കാരണം
ചിറക് വിടർത്തുമ്പോൾ സകല വാദ്യ ഉപകരണങ്ങളുടെ താളമേളങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ സൃഷ്ടിച്ച നവരത്നങ്ങളാൽ ഖരിതമായ അനുഭവത്തിൽ സൃഷ്ടിച്ച ലൂസിഫർ, ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ. അവന്റെ അന്തർഭാഗത്ത് നീതികേട് കാണുന്നത് വരെ അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ ജ്ഞാനപൂർണനായിരുന്നു, അവൻ സൗന്ദര്യപൂർണനായിരുന്നു. ഒന്നിനും ഒരു കുറവില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവന്റെ അകത്ത്, അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. യെശയ്യാവ് 14 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അത്യുന്നതനോട് സമനാകും, സമാഗമ പർവ്വതത്തിൽ ഞാൻ വാണരുളും എന്നൊക്കെ ഒരു ചിന്ത. ക്രിസ്തുവെന്ന തലയോളം മതി, അതിനപ്പുറത്തേക്ക് വേണ്ട. ഹല്ലേലൂയ. ക്രിസ്തുവെന്ന തലയോളം എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നു, സകലത്തിലും വളരുവാൻ ഇടവരുത്തുന്ന ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പരിധി എന്ന് പറയുന്നത് ആ ക്രിസ്തുവിന്റെ ആ തലയോളം വളരുവാൻ, അതിനപ്പുറത്തേക്ക് ഉള്ള ചിന്തകളും വിചാരങ്ങളും ഹല്ലേലൂയ നമ്മുടേതായ കണക്കുകൂട്ടലൊക്കെ നമ്മെ വഴിതെറ്റിച്ചു കളയുമ്പോൾ ഉയരാനുള്ളത് ആഗ്രഹം നല്ലതാ, വളരാനുള്ള ആഗ്രഹം നല്ലതാ. എന്നാൽ ദൈവവചന അടിസ്ഥാനത്തിൽ ഒരു ദൈവ പൈതലിന് ദൈവവചനം വാഗ്ദാനം ചെയ്ത എല്ലാ മേഖലകളിലും നാം എല്ലാവരും വളരണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. നാം എല്ലാവരും മാനിക്കപ്പെടണം. എന്നാൽ പിശാചിന് സംഭവിച്ചതായ ആ ഒരു വലിയ നിഗളത്തിന്റെ അനുഭവത്തിലേക്ക് വരാതിരിപ്പാൻ നമുക്ക് വളരെ സൂക്ഷിക്കാം. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു നല്ല അവസ്ഥയിലേക്ക് ദൈവം നമ്മെ ഉയർത്തുമ്പോൾ ഇന്നലകളിൽ ഹല്ലേലൂയ നാം നടന്നുപോയ പാതകളെ മറക്കുന്നത് നിഗളമാ. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മോടൊരുമിച്ച ഒരു പായലിരുന്ന് ആരാധിച്ചതായ ദൈവമക്കളെ കാണുമ്പോൾ ഒരുപക്ഷെ അവരെ തിരിച്ചറിയാതെ പോകുന്നത് അത് ദൈവസന്നിധിയിൽ തെറ്റാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിഗളം നമ്മുടെ ജീവിതത്തെ വലിയ തകർച്ചയിലേക്ക് തള്ളിയിടുമെന്നുള്ള കാര്യം മറക്കരുത്. നിഗളിച്ച് നടത്തുന്നവരെ യഹോവ എന്ത് ചെയ്യും? താഴ്ത്തിക്കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സൗമ്യതയുള്ളവരെ ന്യായത്തിൽ നടത്തുന്നവൻ, സൗമ്യതയുള്ളവരെ ഉയർത്തുന്നവൻ, നിഗളികളോട് എതിർത്തു നിൽക്കുന്നവൻ, അവരെ താഴ്ത്തിക്കളയുന്നത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നിഗളം ജീവിതത്തിൽ ഉണ്ടാകാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടേതായ തലമുറയെ ദൈവം അനുഗ്രഹിച്ച് അവർക്ക് നല്ല ഭാവി കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ ആർക്കും എത്തിച്ചേരാൻ കഴിയാത്തതായ ഒരു ഉന്നത കുടുംബത്തിലേക്ക് നിന്റെ തലമുറയെ ദൈവം നിന്റെ കണ്ണുനീരുകൊണ്ട് വിശ്വസ്തത കൊണ്ട് ദൈവം കരം പിടിച്ച് ഉയർത്തിയാൽ അതിന് നിഗളത്തിന് കാരണമാകരുത്, ദൈവസന്നിധിയിൽ താഴാനത് കാരണമായി തീരട്ടെ. എല്ലാവരും 4 ശമ്പളവും 5 ശമ്പളവും വാങ്ങിക്കുമ്പോൾ 6 ശമ്പളമുള്ളതായ ഒരു ജോലി നിന്റെ തലമുറയ്ക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലും നൽകുമ്പോൾ അത് നിഗളത്തിന് വഴിപ്പെടരുത്. ദൈവസന്നിധി, ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് മാത്രം ഓർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെക്കാളുള്ള നല്ല ജീവിത സൗകര്യങ്ങളും എല്ലാ നല്ല ചുറ്റുപാടുകളും നല്ല ജീവിതത്തിന്റെ ഉന്നമനങ്ങളും തരുമ്പോൾ ദൈവസ്ഥലം നിഗളിച്ചു പോകാൻ ഇടവരരുത്. ദൈവസ്ഥലം താഴാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ അനുഭവങ്ങളിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. എന്റെ ദീപത്തെ നീ എന്ത് ചെയ്യും? കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവമക്കളെ, എന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഹല്ലേലൂയ ഒരു ഇരുണ്ട അവസ്ഥയാണെങ്കിൽ അതിന് മാറ്റം വരുത്താൻ ദൈവം വിശ്വസ്തന. ആ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കാം, ആ ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രൂത്തിന്റെ ജീവിതത്തിന്റെ അന്ധകാരം മാറ്റുവൻ, കുളക്കരയിൽ കിടക്കുന്ന ആ രോഗിയുടെ അന്ധകാരം മാറ്റുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അന്ധകാരം മാറ്റാൻ ദൈവം വിശ്വസ്തന. ഇന്ന് ഇരുട്ടിന്റെ അനുഭവങ്ങളാണോ? ഇന്ന് ജീവിതത്തിൽ ഇരുളുമൂടിയ അവസ്ഥകളാണോ? അല്ലെങ്കിൽ ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യനെ പോലെ വഴിയറിയാതെ തപ്പിത്തടയുന്നതാണോ അനുഭവം? അല്ലെ, ഒരു ലക്ഷ്യവുമില്ല, എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ വല്ലാതെ ഭാരപ്പെടുമ്പോൾ അല്ല, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. എന്റെ വാക്കുകൾ ഞാനിവിടെ സമാപിപ്പിക്കുക. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് തലകളെ ദൈവസന്നിധി വണക്കി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചു. എല്ലാ മഹത്വം കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട ആ വചനത്തിൻ്റെതായ ശുശ്രൂഷയുടെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ മനസാക്ഷിയോട് ഇടപെട്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ അത് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാൻ ദൈവം മുമ്പിൽ നമുക്ക് തയ്യാറാകാം. ദൈവം മുമ്പിൽ നമുക്ക് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ല ദൈവമേ, വിശ്വസ്ത കർത്താവേ, നല്ല നിമിഷത്തിനായും തിരുസന്നിധിക്കായും സ്തോത്രം.
അങ്ങയുടെ പാദപീഠമായിരിക്കാൻ, അങ്ങ് സ്തുതിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. കൂടി വന്ന സമയം മുതൽ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നല്ലോ. അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും അങ്ങ് മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന, ഞങ്ങളുടെ ദീപത്തെ കത്തിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നല്ലോ. ആയതിനു വേണ്ടി ഞങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിതത്തിലായിരിക്കണം എന്നുള്ളത് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. എന്നോടും എന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേട്ടതായ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വ്യാകുലതകളുടെ നടുവിൽ, അവരനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ വിശ്വസ്തയോടെ തിരുമുൻപാകെ അവരുടെ നടപ്പ് തെളിയിക്കുമ്പോൾ, അവർ ജീവിക്കുമ്പോൾ പിതാവേ, അവരുടെ ജീവിതത്തിൻ്റെതായ അന്ധകാരത്തെ അങ്ങ് മാറ്റണമേ, അവരുടെ ദീപത്തെ അങ്ങ് കത്തിക്കണമേ കർത്താവേ. അനേകർക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു ദീപസ്തംഭമായി മാറുവാൻ ഞങ്ങളുടെ കർത്താവെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സഹായിക്കണം. ഇതുവരെ മാനിച്ചനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. എല്ലാ മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ 3 പ്രാവശ്യം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ, തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ, തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും, സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ഒരിക്കൽ കൂടെ, നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. കരങ്ങൾ ഉയർത്തി, നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ, തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ,
നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, നദിയോടെ സ്തുതിക്കുവാൻ ആയിരം നാവ് പോരായേ. എങ്കിലും ആവോളം ഞാൻ സ്തുതിക്കും. ശതമുയർത്തി സ്തുതിക്കുവാൻ ആയിരം നാവ് പോരായേ. എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. കരങ്ങൾ ചേർത്ത് വെച്ച ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും.